ഇത് പുതുച്ചേരി മ്യൂസിയം, അതായത് പോണ്ടിച്ചേരി മ്യൂസിയം. 1954 പോണ്ടിച്ചേരിയിൽ നിന്ന് ഫ്രഞ്ചുകാർ പിൻവാങ്ങുന്നത്. ഫ്രഞ്ച് ഇന്ത്യയുടെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്നത് പോണ്ടിച്ചേരിയാണ്. ഫ്രഞ്ചുകാരുടെ ഭരണകാലത്ത് അവർ ശേഖരിച്ചിരുന്ന, കൈയടക്കി വച്ചിരുന്ന എല്ലാ പുരാതനമായ സാധനങ്ങളും പ്രദർശിപ്പിക്കുന്നതാണ് ഈ മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ കവാടത്തിനരികിൽ തന്നെയാണ് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ഈ ശില്പങ്ങൾ, മനോഹരമായ ശില്പങ്ങൾ, പുരാതനമായ ഈ ശില്പങ്ങൾ ഉള്ളത്. ഈ മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അനുവദിക്കുന്നതല്ല. മ്യൂസിയത്തിനുള്ളിൽ ധാരാളം, കാരണം ഫ്രഞ്ചുകാരുടെ കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വാളുകൾ, തോക്കുകൾ, അവർ സഞ്ചരിച്ചിരുന്ന രഥങ്ങൾ, കാളവണ്ടി പോലെയുള്ള വണ്ടികൾ, കുതിരവണ്ടികൾ, ഇതെല്ലാം നമുക്ക് ഇതിനുള്ളിൽ കാണാം. അതേപോലെ ആ കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന നാണയങ്ങൾ, നോട്ടുകൾ, പിന്നെ അതേപോലെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ, അതേപോലെ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന മേശയും കസേരയും, അങ്ങനെ മുഴുവൻ സാധനങ്ങളുടെയും പ്രദർശനം ഈ മ്യൂസിയത്തിലുണ്ട്. വളരെ അധികം നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണത്. അതേപോലെ ആ കാലഘട്ടത്തിലുള്ള സ്റ്റോൺസ്, കല്ലുകൾ, എല്ലാ വസ്തുക്കളുടെയും, മൺപാത്രങ്ങളുടെ അപൂർവ ശേഖരം. ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയോ അതിനുള്ളിൽ ഇരുന്നാൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള മൺകലങ്ങൾ, പിന്നെ കൂജകൾ, വ്യത്യസ്തമായ പല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത അപൂർവ സാധനങ്ങളുടെ പ്രദർശനം ഈ മ്യൂസിയത്തിലുണ്ട്. പോണ്ടിച്ചേരിയിൽ എത്തുന്നവർ തീർച്ചയായും വന്ന് ഈ മ്യൂസിയം ഒന്ന് കണ്ടുപോകാൻ ശ്രമിക്കണം. വളരെ ആകർഷകമായ പുരാതനമായ വിഗ്രഹങ്ങളാണ്. ഇതെല്ലാം കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണ്. മ്യൂസിയത്തിനുള്ളിൽ ഓടിലും ചെമ്പിലും തീർത്ത പുരാതനമായ ചോള രാജാക്കന്മാരുടെയും കാലഘട്ടത്തിലുള്ള അനേകം നടരാജ വിഗ്രഹങ്ങളും മനോഹരമായ ധാരാളം വിഗ്രഹങ്ങളുണ്ട്. ശരിക്കും കാഴ്ചയുടെ അപൂർവ വിരുന്നൊരുക്കുന്ന ഒരു മ്യൂസിയമാണിത്. നമ്മൾ കണ്ടിരിക്കണം. ഇതെല്ലാം 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ള വിഗ്രഹങ്ങളാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളും നമ്മളെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇതിലുള്ളത്. പല സ്റ്റോണുകൾ, ആ കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, ആ ലോഹത്തിൻ്റെ കണ്ടെത്തലുണ്ടായ കാലഘട്ടങ്ങളിലുള്ള ആദ്യകാല ലോഹ നിർമ്മിതിയിലുള്ള സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം പ്രദർശനമുണ്ട്. വളരെ വളരെ ആകർഷകമായ, വളരെയധികം അറിവ് നൽകുന്ന ഒരു മ്യൂസിയം. ഇവിടുത്തെ കാഴ്ചയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഈ പകുതിയുള്ള ഈ പ്രതിമയാണ്. മഹാവിഷ്ണു, ജീവനോടെയുള്ള മഹാവിഷ്ണു കിടന്നുറങ്ങുന്നതായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പുതുച്ചേരിയിൽ സന്ദർശനത്തിനെത്തുന്ന സന്ദർശകർ ഒട്ടുമിക്കവരും ഇവിടെ വന്ന് ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടാണ് പോവുക. കാരണം അത്രത്തോളം നമുക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നതാണ് ഈ മ്യൂസിയം. കണ്ടിരിക്കേണ്ടതാണ്. അകത്ത് വീഡിയോ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനതെടുത്ത് നമ്മുടെ ചാനലിൽ ഇടുമായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരിയിലെ
മനോഹരമായ ധാരാളം കാഴ്ചകളുണ്ട്. ഫ്രഞ്ചുകാരുടെ തിരുശേഷിപ്പുകളായി ഉള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കായി ഞാൻ പകർത്തിയിട്ടുണ്ട്. അതെല്ലാം തുടരെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് ഏവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം.